ഇന്ന് ഞാൻ ഇത് മോശമാണ് ഇസാക്കെ. ദേവി ചന്ദ്രന്റെ പെങ്ങളാന്ന് നിനക്കറിയാവില്ല. കൂട്ടത്തിൽ എന്റെ അനന്തരങ്ങളും. രാജന് ഇവളുടെ ചേച്ചി ഉഷയെ കല്യാണം കഴിച്ചു. പട്ടാളത്തിൽ പോകും മുമ്പ് ഈ പ്രതാപനുമായിട്ട് ഇവളുടെ കല്യാണ നിശ്ചയവും ഞങ്ങൾ കഴിച്ചിരിക്കുകയാണ്. ഇനിയും നീ പെണ്ണിനെ കൊണ്ട് കറങ്ങുന്ന തെമ്മാടിത്തരവാ. എന്താ പ്രശ്നം? അച്ഛോ, മരിക്കും മുമ്പ് ശ്രീധരേട്ടൻ ഇവളെ എനിക്കായിട്ട് വാക്ക് പറഞ്ഞതാ. ഇപ്പൊ ഇവര് പറയുന്നു ഇവളെ പ്രധാനമായിട്ട് ഉറപ്പിച്ചു ചേർത്തിരിക്കാന്ന്. അതെങ്ങനെയാ പറ്റുന്നത്? അച്ഛൻ തന്നെ പറ. സമ്മതിച്ചാലില്ലെങ്കിലും എന്റെ മുറപ്പെണ്ണിനെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. അതിനാ മാറ്റക്കരയെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കൊള്ളാം. അച്ഛനില്ലാത്ത സാഹചര്യത്തിൽ ആരുടെ കൂടെ ജീവിക്കണമെന്ന തീരുമാനം ദൈവം തന്നെ പറയട്ടെ. അതല്ലേ അതിന്റെ ഒരു ന്യായം. ആ ന്യായം അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും നസ്രാണികളെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടാ. വാടി ഇങ്ങോട്ട്. ചന്ദ്ര, കത്തിയും കഠാരയും കൊണ്ട് നിനക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ശ്രീധരൻ മരിച്ചുപോയ സ്ഥിതിക്ക് ദേവിയുടെ അമ്മയുടെ ഒരു വാക്ക് ചോദിക്കാൻ നാളെ ഞങ്ങൾ ആ വീട്ടിൽ വരും. അവരെതിർക്കുകയാണെങ്കിൽ ഈ ബന്ധത്തിൽ ഞാൻ ഇവനെ പിന്മാറ്റിക്കൊള്ളാം. ദേവി, ഇതാ വിളിച്ചോണ്ട് പോക്കോ. ഇന്നൊരു രാത്രി മാത്രമേ ഇവളവിടെ നിൽക്കൂ. അത് കഴിഞ്ഞു അവളവിടെ നിൽക്കും കത്തനാരെ. എന്തിനാണെന്നാ? എന്റെ കൊച്ചിനെ വയറ്റി ചുമക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇസഹാക്ക് എടുത്തോട്ടെ. എനിക്ക് സമ്മതമാ. മോനെ, സ്പെഷ്യൽ റിക്രൂട്ടായിട്ട് നാളെ നീ BSFന്റെ ഫുട്ബോൾ താരമാകുമ്പോൾ മത്സരക്കളിയിൽ എന്നെ ഇടങ്കാലിട്ട് വീഴ്ത്തി ചതിച്ച നീ സ്ഥാനം നേടിയത്. നിന്റെ വയറ്റിപ്പഴപ്പായതുകൊണ്ട് ഞാൻ വിട്ടതാണ് കേട്ടാ. പക്ഷെ ദേവിയുടെ കാര്യത്തിൽ നീ ഇടങ്കോളിടാമെന്ന നിന്നാണ് പ്രധാന നിന്റെ പേപ്പിനെ മുട്ടിക്ക്. മതി തോന്നിയാസം. ഞാൻ പറഞ്ഞില്ലേ നാളെ ഇവളുടെ അമ്മയെ കണ്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. അതിനിപ്പോ അമ്മ തീരുമാനിക്കാനൊന്നുമില്ല. ചന്ദ്രന്റെ പെങ്ങളാണെങ്കിൽ ദേവി പ്രതാപനുള്ളതാ. ഈ കല്യാണം ഞാൻ നടത്തും. വാടി ഇങ്ങോട്ട്. നിക്കവിടെ. നീ ആരടി തിരിഞ്ഞു നോക്കുന്നത്? നടക്കണേ അങ്ങോട്ട്. സംഗതി ഇന്നത്തോടെ ആ പെങ്കൊച്ചിനെ ചന്ദ്രൻ ചവിട്ടിക്കൊന്നെന്നും വരും. പ്രതാപം പട്ടാളത്തിൽ പോകുമ്പോൾ ചിലപ്പോ ആ ദേവിയെ കൂടെ കൊണ്ടുപോയെന്നും ഇരിക്കും. എന്റെ അഭിപ്രായത്തില് നാളെ തന്നെ ഇവരെ രണ്ടുപേരെയും കൂടി രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ഓരോ ഒപ്പിടിക്കുന്നതാണ് ബുദ്ധി കേട്ടാ. അയ്യട മനമേ, ഈ ചായന്റെ കല്യാണം അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ചുളുവിനോ നടത്താൻ പറ്റൂല കേട്ടാ. ഈ കരയിൽ നമുക്ക് ചില ആഘോഷങ്ങളൊക്കെ വേണം. പെണ്ണ് ഹിന്ദു ആയതുകൊണ്ട് അമ്പലത്തിൽ വേണം പള്ളിയിൽ വേണമെന്ന് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. രണ്ടിടത്തുമല്ല, ഞാൻ ഈ വിവാഹം നടത്താൻ പോണത് കടാലി വെച്ച. കടാലി വെച്ച? നീ എന്ത് ഓഴത്തമാണ് പറയണത്? അതേന്ന്, കടലിനെ സാക്ഷിയാക്കി ഇഷ്ടപ്പെട്ടവരാണല്ല ഞങ്ങള്. കരകളുടെ വ്യത്യാസവും മതങ്ങളുടെ വ്യത്യാസവും കടലിനില്ല. ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? മാലയിടിയിലും താലികെട്ടിലും ഒക്കെ കടലിൽ വെച്ച് മതിയെന്ന് പണ്ടേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. എങ്കിൽ പിന്നെ ആദ്യ രാത്രി കൂടി കടലിൽ തന്നെ ആയിക്കോടാവേ. മറ്റുള്ളവർക്കുള്ള മെനക്കെടെങ്കിലും അല്പം കുറഞ്ഞിരിക്കുമല്ലോ. ഇസഹാക്കിനെ അന്വേഷിച്ച കൊച്ചു വന്നിരിക്കുകയാണ്. കൊച്ചോ? അതെ, ദേവി. ആളെ കണ്ടിട്ട് മാറ്റക്കരയെന്ന് ഒളിച്ചോടി പോകുന്ന ലക്ഷണം ഉണ്ട് കേട്ടാ. വന്നേ. എന്താ ചന്ദ്രൻ തന്നെ ഉപദ്രവിച്ചല്ലേ?
അതെ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു കേട്ടാ. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒപ്പിടിയിലും കഴിഞ്ഞ് കടാലിൽ ബോട്ട് ഒരുക്കി നിർത്തി അതിനുള്ളിൽ വെച്ചായിരുന്നു താലികെട്ടും ആഘോഷവും ഒക്കെ. നിക്കടെ, ഇപ്പൊ നീ അങ്ങോട്ട് പോണ ആപത്താണ് കേട്ടാ. കല്യാണം ആഘോഷിക്കാൻ ഒരുപാട് പേര് കൂടിയിട്ടുണ്ട് അവിടെ. ഒറ്റയ്ക്ക് എന്നാ ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണേ. താലികെട്ട് നടന്നതിലൊന്നും ഒരു കാര്യമില്ല. അവനവളെ സ്വന്തമായിട്ട് കിട്ടണമെങ്കിൽ ഈ രാത്രി ഒന്ന് ഇരുട്ടി വെളുക്കണം. അതിനെ തടുക്കാൻ അളിയനെ കൊണ്ട് പറ്റുമോ? എന്താടി പെണ്ണേ, നീ കരയായിരുന്ന? കള്ളം പറയരുത് കേട്ടാ. ഞാൻ കണ്ടല്ല നീ കണ്ണീര് തുടയ്ക്കണത്. എന്താണ് കാര്യം? അമ്മയും ചേച്ചിയും കാണാൻ പറ്റാത്തതുകൊണ്ടാണ്? പിന്നെ എന്തിനാണ് കണ്ണ് നിറഞ്ഞെന്ന് പറയടേ. പറയാ. ഞാൻ കരഞ്ഞത് സന്തോഷം കൊണ്ടാ. ഈശ്വരൻ എനിക്ക് ഇങ്ങനെ തന്നല്ല. അതിന്റെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. പെണ്ണേ, അല്ല നീ ഉറങ്ങിപ്പോയാ? ഫസ്റ്റ് കരയാനും ഉറങ്ങാനും ആയിരുന്നെങ്കിൽ രാജേഷിനെ കൊണ്ട് 12,000 രൂപ മുടക്കി ഈ മണിയറ ഒരുക്കണമായിരുന്ന. നമ്മുടെ കാശ് കുറെ വേസ്റ്റ് ആയില്ല തമ്പുരാനെ. ചുറ്റി നിർത്തടാ. പെട്ടെന്നാവട്ടെ. ഇറങ്ങിങ്ങോട്ട്.